നമസ്കാരം. ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. ഞാൻ ഇതിനു മുമ്പിട്ട ഗോപൻ സ്വാമിയുടെ ഒരു വീഡിയോ. ആ വീഡിയോയിൽ ഒരു സഹോദരൻ വന്നൊരു കമന്റ് ഇട്ടു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കമന്റ് എഴുതി കഴിഞ്ഞാൽ നമ്മളെ അറിയുന്നവരും നമുക്ക് പരിചയമുള്ളവരും അവരുടെ സുഹൃത്തുക്കളുമൊക്കെ ആ കമന്റുകൾ കാണാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രധാനമായിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് താഴെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തെറി കമന്റുകൾ എഴുതിയ മോശം കമന്റുകൾ എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് മറ്റുള്ളവർ കാണും. മറ്റുള്ളവർ കാണുമ്പോൾ അത് ആരാണ് ഇട്ടത് എന്ന് അവരുടെ പ്രൊഫൈലിൽ പോയി നോക്കും. അവരവിടെ ചിലപ്പോൾ പുണ്യാളച്ചന്മാരൊക്കെ ആയിരിക്കും. ആ പുണ്യാളച്ചന്മാരെ കണ്ടിട്ട് അവർ ഊറിച്ചിരിക്കും. കാരണം ഇത്രയും വികല മനസ്സിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരുത്തനാണല്ലോ എൻ്റെ സുഹൃത്ത്. അപ്പോൾ ഇവനെയൊക്കെ ഞാൻ എൻ്റെ സുഹൃത്ത് പട്ടികയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ചിന്തിക്കുക? അങ്ങനെ ഒരു ചിന്ത ചിലർക്കൊക്കെ വരാം. നമ്മുടെയൊക്കെ സുഹൃത്ത് പട്ടികയിൽ അങ്ങനെ തോന്നിയാസങ്ങൾ കാണിക്കുന്നവരും ഫോൺ വീഡിയോസ് കൊണ്ടിടുന്നവരും മറ്റുള്ളവർ പോയി തെറി വിളിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി പേര് കാണാറുണ്ട്. അത്രക്കാർ എൻ്റെ ശ്രദ്ധയിൽ വന്നാൽ ഞാൻ അവരെ ഫ്രണ്ട്ഷിപ്പ് നിഷ്കരണം വേണ്ടാന്ന് വെക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ഇത്രയും പറയാൻ കാരണം ഇന്ന് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻ്റാണ്. നേരങ്കര ഗോപൻ സ്വാമിയെ ഹിന്ദു വർഗീയവാദിയാക്കി എന്നൊരു ഇതിന് തൊട്ടുമുമ്പുള്ള വീഡിയോ ഞാൻ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻ്റ് എന്നറിയാം. തൻ്റെ ഒരു ചാനലിലെ തള്ളു എന്ന്. അപ്പോൾ ഞാനതിൽ നോക്കിയപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലായിട്ട് ഫോട്ടോ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്കിൽ പിടിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് പോയി നോക്കിയപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. 2 പ്ലേ ലിസ്റ്റുകൾ കാണുന്നുണ്ട്. കുറച്ച് ഒപ്പനയും കുറേ ശുഭയും ഒക്കെ ആയിട്ട് കുറച്ച് കുട്ടികളുടെ കുഞ്ഞു മക്കളുടെ ഡാൻസാണ് അവിടെ കാണുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ ഞാൻ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒന്ന് പോയി നോക്കി. ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നോക്കിയപ്പോൾ 218 സുഹൃത്തുക്കളുണ്ട്. പിന്നെ 2015 ഫേസ്ബുക്കിലേക്ക് വന്നു. രാഷ്ട്രസ്നേഹമുള്ള ആളാണ് എന്ന രീതിയിൽ അവിടെ 26 റിപ്പബ്ലിക് ഡേയുടെ ഇതൊക്കെ അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടല്ലോ ഏകീകൃത സിവിൽ കോഡിൻ്റെ, അത് ഹെഡർ ഇമേജ് ആയിട്ട് ഇത് ഫ്രണ്ട്സിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് പ്രൊഫൈലിൽ ലോക്കിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഫൈൽ ലോക്ക് ചെയ്തിട്ട് മറ്റുള്ളവരെ തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ മാനസിക രോഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് സഹോദരനോട് പറയാനുള്ളത്, താങ്കൾ നല്ലൊരു കൗൺസിലറെ കാണണം. നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ കമൻ്റ് എഴുതിയാൽ കേൾക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എന്നെ വിളിക്കുന്ന തെറി കമൻ്റുകൾ ഞാൻ എടുക്കാറില്ല. അത് വിളിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കലാണ് പതിവ്. ഇനി അവരത് തിരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഞാൻ സ്പോൺസർ ചെയ്യും. അതാണ് പതിവ്. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീഡിയോകളിൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കമൻറ്റുകൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, നമ്മൾ ഈ കമൻറ്റ് എഴുതുമ്പോൾ നമ്മൾ അറിയുന്നവർ ഇത് വായിക്കുന്നുണ്ട്, അവരുടെ മുന്നിൽ നമ്മൾ നാണം കിടുന്നുണ്ട് എന്നും കൂടി ഒന്ന് ആലോചിക്കണം. ഇല്ലെങ്കിൽ അബദ്ധം പറ്റും. അപ്പോൾ ഇതൊരു അവയർനെസ് ആയിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് വെച്ചതാണ്.